നമസ്കാരം. തൃശൂർ റൌണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമിനെതിരെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ ജില്ലാ കളക്ടർക്ക് കൈമാറി. കാപ്പ ചുമത്തുന്നത് സംബന്ധിച്ച് 3 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. CPI സംസ്ഥാന സെക്രട്ടറിയായി കാനം രാജേന്ദ്രനെ തെരഞ്ഞെടുത്തു. KE ഇസ്മയിൽ പിന്മാറിയതിനെ തുടർന്ന് ഏകകണ്ഠമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. കൃഷ്ണസന്നിധിയിലെ ഉത്സവ മാമാങ്കത്തിന് തുടക്കം കുറിച്ച് സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയർന്നു. ഇനിയുള്ള 10 നാളുകൾ വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും സംഗമ സുദിനങ്ങൾ. ആനയോട്ടത്തിൽ കൊമ്പൻ കേശവൻകുട്ടിക്ക് ജയം. CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താൽ അനുകൂലികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. ചിലയിടങ്ങളിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർ MS ജയയ്ക്ക് കൈമാറി. കേസിൽ 9 സാക്ഷികളുടെ മൊഴിയും നിസാമിന് ആഡംബര വാഹനങ്ങൾ നൽകിയവരുടെ മൊഴിയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കാപ്പ ചുമത്തുന്ന നിയമ നടപടികൾ അന്വേഷണ സംഘം പൂർത്തിയാക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയത്. മുഹമ്മദ് നിസാമിനെതിരെ 13 കേസുകൾ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ 1 കൊലക്കേസും 2 വധശ്രമക്കേസും ഉൾപ്പെടെ 5 കേസുകൾ കാപ്പ ചുമത്തുന്നതിനായി പരിഗണിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി പറഞ്ഞു. 3 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ചന്ദ്രബോസ് വധത്തിന് പുറമെ ബാംഗ്ലൂരിലെ വധശ്രമക്കേസ്, വനിതാ SIയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം, വ്യവസായിയെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയ സംഭവം തുടങ്ങിയ കേസുകൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അതേസമയം കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനം ബുധനാഴ്ച ഉണ്ടാകും. CPIയെ ഇനി കാനം രാജേന്ദ്രൻ നയിക്കും. കോട്ടയത്ത് നടന്ന CPI സംസ്ഥാന സമ്മേളനമാണ് കാനം രാജേന്ദ്രനെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ KE ഇസ്മയിൽ പിന്മാറിയതിനെ തുടർന്ന് ഏകകണ്ഠമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് KE ഇസ്മയിലിന്റെ പിന്മാറ്റം. 89 അംഗ സംസ്ഥാന സമിതിക്കും യോഗം അംഗീകാരം നൽകി. സ്ഥാനമൊഴിഞ്ഞ പന്ന്യൻ രവീന്ദ്രന്റെ പിന്തുണയാണ് കാനം രാജേന്ദ്രനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ മുഖ്യ കാരണമായത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കാനം രാജേന്ദ്രൻ CPIയിൽ എത്തുന്നത്. മികച്ച സംഘാടനവും നേതൃപാഠവുമാണ് കാനം രാജേന്ദ്രനെ സംസ്ഥാന സെക്രട്ടറി പദവി തേടിയെത്താൻ കാരണം. 28ാമത്തെ വയസ്സിൽ AIYF സംസ്ഥാന സെക്രട്ടറിയായി. 1984, 1987 തെരഞ്ഞെടുപ്പിൽ വാഴൂരിൽ നിന്ന് MLA ആയി നിയമസഭയിലെത്തി. മികച്ച തൊഴിലാളി നേതാവായിരുന്ന കാനം രാജേന്ദ്രൻ AITUC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ അടുത്തിടെയാണ്. കൃഷ്ണസന്നിധിയിലെ 10 ദിവസത്തെ ഉത്സവ മാമാങ്കത്തിന് തുടക്കം കുറിച്ച് സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയർന്നു. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ തന്ത്രി നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റം നിർവഹിച്ചത്. കൊടി ഉയരുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി തിങ്ങി നിന്നിരുന്ന ഭക്തർ തൊഴുകൈകളോടെ നാരായണനാമധ്വനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. ഏറെ പവിത്രമായി കരുതുന്ന സപ്തവർണ്ണക്കൊടി കണ്ടു തൊഴുന്നത് ഏറെ പുണ്യമായതിനാൽ ഇനിയുള്ള 10 നാളുകളും ഭക്തരുടെ തിരക്കായിരിക്കും. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണത്തോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വര നമ്പൂതിരിപ്പാട് തന്ത്രി നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകിയാണ് ആചാര്യവരണം നിർവഹിച്ചത്. തുടർന്ന് നാലമ്പലത്തിനകത്തെ മുളയറയിൽ മുളയിടൽ ചടങ്ങ് നടത്തി. കൊടിയേറ്റ ശേഷം അത്താഴപൂജ, ശ്രീഭൂതബലി, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ ഉണ്ടായിരുന്നു. ഇനിയുള്ള 10 ദിവസവും ക്ഷേത്രസന്നിധി വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും ഉത്സവ പകർച്ചയുടെയും സംഗമ സുദിനങ്ങളായിരിക്കും. 3 ആനകൾ അണിനിരന്നുള്ള കാഴ്ചശീവേലിക്ക് ചൊവ്വാഴ്ച രാവിലെ മുതൽ തുടക്കമാകും. പ്രഗത്ഭരായ മേളപ്രമാണികൾ അണിനിരക്കുന്ന മേളങ്ങൾ അകമ്പടിയാകും. ക്ഷേത്രം കൂത്തമ്പലത്തിൽ ദിവസവും കൂത്ത്, രാത്രി പാഠകം എന്നിവ ഉണ്ടാകും. ചൊവ്വാഴ്ച മുതൽ രാവിലെ 11നും രാത്രി 8നും വടക്കേനടയിൽ സ്വർണ്ണ പഴുക്ക മണ്ഡപത്തിൽ ഭഗവാന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ചു വയ്ക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ പ്രകാശപൂരിതമായി. ഭക്തിയുടെയും വാദ്യമേള കലകളുടെയും സംഗമ മുഹൂർത്തമായതിനാൽ അക്ഷരാർത്ഥത്തിൽ ഗുരുഭവനപുരിക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ കേശവൻകുട്ടി ജേതാവായി. ഇത് 3ാം തവണയാണ് കേശവൻകുട്ടി ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ഐതിഹ്യപ്പെരുമയിൽ ആനപ്രേമികൾക്ക് ഹരം പകർന്നാണ് ആനയോട്ടം ആരംഭിച്ചത്. പാരമ്പര്യ അവകാശികളായ മാതേപ്പാട്ട് അനിരുദ്ധൻ, കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചേർന്ന് ആനകളെ അണിയിക്കുന്നതിനുള്ള കുടമണികൾ പാപ്പാന്മാർക്കെടുത്തു നൽകി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ
ക്ഷേത്രത്തിനകത്തുനിന്ന് പാപ്പാന്മാർ കുടമണികളുമായി ഓടിയെത്തി മഞ്ജുളാൽ പരിസരത്ത് വരിയായി നിർത്തിയിരുന്ന ആനകളെ അണിയിച്ചു. തുടർന്ന് പാരമ്പര്യാവകാശികളായ കരിക്കാട് ശ്രീധരമാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓടാൻ തുടങ്ങി. ഓട്ടത്തിന്റെ തുടക്കം മുതൽ തന്നെ കേശവൻകുട്ടി മുന്നിലായിരുന്നു. ഏറെ പിന്നിലായി ജൂനിയർ വിഷ്ണു രണ്ടാമതും തൊട്ടു പിന്നാലെ മൂന്നാമതായി പിടിയാന നന്ദിനിയും ഓടിയെത്തി. ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച 3 ആനകളും ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം ചെയ്ത് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. പാരമ്പര്യ അവകാശിയായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി വിജയിയായ കേശവൻകുട്ടിയെ നിറപറ വച്ച് സ്വീകരിച്ചു. 49 വയസ്സുള്ള കേശവൻകുട്ടിയെ 1976 ഒളരിക്കര ചേറ്റിപ്പുഴ ജയപ്രകാശ് ടിംബർ സോമിൽ ഉടമ പള്ളിയാമാക്കൽ അയ്യപ്പനാണ് ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. പൈൻകുളം നാരായണൻകുട്ടി, ചെർപ്പുളശ്ശേരി സി രാജകുമാരൻ എന്നിവരാണ് കേശവൻകുട്ടിയുടെ പാപ്പാന്മാർ. ആനയോട്ട സമയത്ത് 2ാം പാപ്പാൻ രാജകുമാരനാണ് മുകളിലിരുന്ന് ആനയെ നിയന്ത്രിച്ചിരുന്നത്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് കേശവൻകുട്ടിയാണ് ഭഗവാന്റെ തങ്കത്തിടം പേറ്റുക. ഗുരുവായൂർ ദേവസ്വത്തിലെ 59 ആനകളിൽ 28 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ ആനകൾക്കും ക്ഷേത്രത്തിന് പുറത്ത് തെക്കേ നടയിൽ ഊട്ട് നൽകി. വിദേശികളടക്കം വൻ ജനാവലി ആനയോട്ടം കാണാൻ എത്തിയിരുന്നു. കിഴക്കേ നടയിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ ജനങ്ങൾ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു. റോഡിനിരുവശങ്ങളിലും ബാരിക്കേഡുകൾ കെട്ടി ജനങ്ങളെ നിയന്ത്രിച്ചു. IG TJ ജോസ്, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി, ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ള, ടെമ്പിൾ CI MU ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TB ചന്ദ്രമോഹൻ, ഭരണസമിതി അംഗങ്ങളായ K ശിവശങ്കരൻ, N രാജു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. TCV ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ ഒന്നാമനായ ഗജവീരൻ കേശവൻകുട്ടി ക്ഷേത്രോത്സവം കഴിയുന്നതുവരെ ഇനി VIP-യാണ്. ആയിരങ്ങളെ ആവേശം കൊള്ളിച്ചായിരുന്നു കേശവൻകുട്ടിയുടെ ഓട്ടവും വിജയവും. ക്ഷേത്രനാഴികമണി 3 അടിച്ചതോടെ ഓട്ടത്തിനായി കരിവീരക്കൂട്ടങ്ങൾ മഞ്ജുളാലിൽ സജ്ജമായി. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കുടമണികൾ അണിയിച്ച ശേഷം പാരമ്പര്യ അവകാശി ശംഖുമുഴക്കിയതോടെ കേശവൻകുട്ടി ഓട്ടം തുടങ്ങി. ക്ഷേത്രം ലക്ഷ്യമാക്കി തുടക്കം മുതൽ ഒടുക്കം വരെ കേശവൻകുട്ടിയുടെ വിജയക്കുതിപ്പ്. ആവേശത്തിനൊത്ത് ഹർഷാരവങ്ങൾ മുഴക്കി ആയിരങ്ങളും കേശവൻകുട്ടിയുടെ വേഗതയ്ക്ക് ഹരം പകർന്നു. മുൻനിരയിൽ ഓടാൻ തിരഞ്ഞെടുത്തിരുന്ന ദേവദാസ്, നന്ദിനി, ജൂനിയർ വിഷ്ണു, നന്ദൻ എന്നീ ആനകളെ ഒപ്പമെത്താൻ അനുവദിക്കാതെയായിരുന്നു ഈ കരിവീരന്റെ ഓട്ടം. 11 തവണ ആനയോട്ടത്തിൽ വിജയിയായ രാമൻകുട്ടി, 9 തവണ വിജയിയായ കണ്ണൻ എന്നീ ആനകൾ ഇത്തവണ ഓട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന്റെ നിരാശ കേശവൻകുട്ടിയുടെ വേഗക്കുതിപ്പിന്റെ ഹരം കൊണ്ട് ആനപ്രേമികളിൽ അത് ആവേശത്തിന് വഴിമാറി. 3ാം തവണയും വിജയിയായി ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയ കേശവൻകുട്ടി ഇനി ക്ഷേത്രോത്സവം കഴിയുന്നതുവരെ VIP-യാണ്. ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റാനുള്ള ഭാഗ്യം സിദ്ധിച്ചതോടൊപ്പം നിവേദ്യമായ ചോറ്, പായസം, പഴം, തേങ്ങ തുടങ്ങിയ വിശിഷ്ട വിഭവങ്ങൾ കഴിക്കാനും ഭക്തരുടെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങാനും ഇവന് അവസരം ലഭിക്കും. ഗുരുവായൂരപ്പന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിന്റെ ശീവേലി എഴുന്നള്ളിപ്പ് ആനയില്ലാതെ നടത്തേണ്ട സാഹചര്യമുണ്ടായപ്പോൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരുക്കി നിർത്തിയ ആനകൾ ചങ്ങല പൊട്ടിച്ച് കുടമണി കിലുക്കി ഗുരുഭവനപുരിയിലേക്ക് ഓടിയെത്തിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ആനയോട്ടം നടത്തുന്നത്. ഗജരത്നം, ഗുരുവായൂർ പത്മനാഭൻ, വലിയ കേശവൻ, ഇന്ദ്രസൻ തുടങ്ങി ആനയോട്ടത്തിൽ പങ്കെടുത്ത 28 ആനകളും ഗുരുവായൂരപ്പനെ വണങ്ങിയാണ് മടങ്ങിയത്. ഭക്തരെയും ആനപ്രേമികളെയും ഒരുപോലെ ആവേശം കൊള്ളിച്ചായിരുന്നു ഗുരുഭവനപുരിയിലെ ആനയോട്ടം. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനും കൃഷ്ണകുമാർ K മലയിലിനുമൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ ആനയില്ലാ ശീവേലി നടന്നു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിച്ചാണ് ആനയില്ലാ ശീവേലി നടന്നത്. തിങ്കളാഴ്ച രാവിലെ ശാന്തിയേറ്റ കീഴ്ശാന്തി തിരുവാലൂർ മനോഹരൻ നമ്പൂതിരി ഭഗവാന്റെ ചൈതന്യപൂരിതമായ തങ്കത്തിടമ്പ് കൈകളിലേന്തി മാറോട് ചേർത്ത് പിടിച്ച് 3 പ്രദക്ഷിണം നടന്ന ശീവേലി പൂർത്തിയാക്കി. വാദ്യങ്ങൾക്കൊപ്പം ഗുരുവായൂരപ്പന് മുന്നിലും പിന്നിലുമായി 11 കുത്തുവിളക്കുകളും അകമ്പടിയായി. ഈ സമയം ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞിരുന്ന 100 കണക്കിന് ഭക്തർ നാരായണനാമ ധ്വനികളുമായി അനുഗമിച്ചു. ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആനകളെ മാറ്റി നിർത്തിയിരുന്നു. ഐതിഹ്യത്തെ അന്വർത്ഥമാക്കി വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമാണ് ഗുരുവായൂരിൽ ആനയില്ലാതെ ശീവേലി നടക്കുന്നത്. ഇടവേള. വാർത്തകളിലേക്ക്.
സിപിഎം പ്രവർത്തകൻ ഷിഹാബിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ജില്ലയിൽ ഹർത്താൽ ആചരിച്ചു. തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി എൽഡിഎഫ് പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനത്തിനിടയിൽ പാറമേക്കാവ് പരിസരത്തെയും മുനിസിപ്പൽ റോഡിലെയും ഡിവൈഡറുകൾ പ്രവർത്തകർ തട്ടിമറിച്ചിട്ടു. ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളെ പ്രവർത്തകർ തടഞ്ഞു. സിഎംഎസ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ എൽഡിഎഫ് നേതാക്കൾ സംസാരിച്ചു. നഗരത്തിൽ കനത്ത പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. എൽഡിഎഫ് പ്രവർത്തകരുടെ ഹർത്താൽ ആചരണത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷം. ഹർത്താൽ അനുകൂലികൾ പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുകയും കല്ലെറിയുകയും ചെയ്തു. പാവറട്ടി മേഖലയിൽ ബിജെപി പ്രവർത്തകരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം നടന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. അയ്യപ്പകുടം പറമ്പൻതളി ലിങ്ക് റോഡ് പരിസരത്ത് താമസിക്കുന്ന പാലോളി കുട്ടൻ, പാറാപ്പറമ്പിൽ രജീഷ്, മുള്ളത്ത് സച്ചിദാനന്ദൻ, തണ്ടാൻപറമ്പിൽ സിദ്ധാർത്ഥൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. സോഡാക്കുപ്പി കൊണ്ട് വീടിന്റെ ജനൽച്ചില്ലുകൾ തകർത്ത നിലയിലാണ്. പാലോളി കുട്ടന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയുടെയും പാറാപ്പറമ്പിൽ രജീഷിന്റെ പാസഞ്ചർ ഓട്ടോറിക്ഷയുടെയും ഗ്ലാസുകൾ തകർത്തിട്ടുണ്ട്. തിരുനെല്ലൂരിൽ പോവിൽ തിരുവാമഠത്തിൽ പുരുഷോത്തമന്റെ വീടിന്റെ ജനൽച്ചില്ലുകൾ കമ്പിവടികൊണ്ട് അടിച്ചു തകർത്ത നിലയിലാണ്. തിരുനെല്ലൂർ ഊരുപറമ്പിൽ അശോകന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ ചൌട്ടിയും കല്ലുകൊണ്ടടിച്ചും തകർത്തിട്ടുണ്ട്. ഭാര്യയും കുട്ടികളും നിലവിളിച്ചതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപം അമ്പലപ്പറമ്പിൽ ശാഖാപ്രവർത്തനത്തിനായി മുളയും ഓലയും ചേർന്ന് നിർമ്മിച്ച ഷെഡ് അക്രമികൾ തീവച്ചു നശിപ്പിച്ചു. പാവറട്ടി മേഖലയിൽ സംഘർഷത്തെ തുടർന്ന് ജനങ്ങൾ ഭീതിയിലാണ്. ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ പാവറട്ടിയിലെ വിവിധ പ്രദേശങ്ങളിൽ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കരുവന്തല, മുല്ലശ്ശേരി സെന്റർ, ബ്ലോക്ക് സെന്റർ, പൂവത്തൂർ എന്നിവിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഹർത്താൽ ആചരണത്തിനിടയിൽ കൊടുങ്ങല്ലൂരിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് നടന്നു. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ ടി.കെ.എസ്.പുരം ക്ഷേത്രത്തിന് സമീപമാണ് കല്ലേറുണ്ടായത്. ബൈക്കിലെത്തിയ 3-അംഗ സംഘമാണ് വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞത്. തൃശൂർ ഐസിഐസി ബാങ്കിലെ ജീവനക്കാരൻ ഇരിങ്ങാലക്കുട പോക്കരിപ്പറമ്പിൽ പ്രവീണിന്റെ സ്വിഫ്റ്റ് കാറിന്റെ ചില്ലാണ് തകർന്നത്. മറ്റു പല വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായെങ്കിലും വാഹനങ്ങൾ നിർത്താതെ പോയി. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരിമ്പൂർ കപ്പൽപ്പള്ളിക്കും അരിമ്പൂർ ഹൈസ്കൂളിനും സമീപം ബൈക്ക് യാത്രക്കാരെ പ്രകടനം നടത്തിയിരുന്ന ഹർത്താൽ അനുകൂലികളിൽ ചിലർ മർദ്ദിച്ചതായി പരാതി. കാഞ്ഞാണിയിലെ അമ്മ വീട്ടിൽ നിന്ന് തിരികെ പോകും വഴി കപ്പൽപ്പള്ളിക്ക് സമീപം വെച്ച് ചിറക്കാക്കോട് വെള്ളാനിക്കോട് സ്വദേശി തൃക്കാക്കൻ വീട്ടിൽ അഭിലാഷിനും ഹൈസ്കൂളിന് സമീപം മണലൂർ സ്വദേശി പൊറ്റേക്കാട്ട് അനുരാഗിനുമാണ് മർദ്ദനമേറ്റത്. അഭിലാഷിന്റെ വാഹനത്തിന്റെ മിറർ, മാസ്ക് എന്നിവ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. മറ്റു ജില്ലകളിൽ നിന്ന് വന്നിരുന്ന ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകളും കാറുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങളും കുന്നംകുളത്ത് പല സ്ഥലങ്ങളിലും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസെത്തി ഹർത്താൽ അനുകൂലികളെ നീക്കം ചെയ്തു. ഹർത്താലിനോടനുബന്ധിച്ച് തൃപ്രയാർ, വാടാനപ്പള്ളി മേഖലകളിൽ എൽഡിഎഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. തൃപ്രയാർ സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന എസ്ബിടി ബാങ്കും ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ തുറന്നിരുന്ന ഏതാനും കടകളും പ്രകടനമായെത്തിയ എൽഡിഎഫ് പ്രവർത്തകർ അടപ്പിച്ചു. പ്രകടനം പോളി ജംഗ്ഷനിലെത്തിയതോടെ പ്രവർത്തകരിൽ ചിലർ ബിജെപിയുടെ കൊടിത്തോരണങ്ങൾ നശിപ്പിച്ചു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ വലപ്പാട് പോലീസും പ്രവർത്തകരുമായി തർക്കവും വാക്കേറ്റവും നടന്നു. ന്യൂസ് ഡെസ്ക് ടിസിവി. കുട്ടനെല്ലൂർ ഔഷധിക്ക് നേരെ ഹർത്താൽ അനുകൂലികൾ ആക്രമണം നടത്തി. സെക്യൂരിറ്റി ഓഫീസിലെ പഞ്ചിംഗ് മെഷീൻ, ജനൽ ചില്ലുകൾ, കസേരകൾ, ചെടിച്ചട്ടികൾ, ലൈറ്റുകൾ എന്നിവ ഹർത്താൽ അനുകൂലികൾ തല്ലിത്തകർത്തു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ വിരട്ടിയോടിച്ചാണ് ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലിനസൻ, സജീഷ് എന്നീ പ്രവർത്തകരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സിപിഎം പ്രവർത്തകൻ ഷിഹാബിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി, പാവറട്ടി പഞ്ചായത്തുകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ടി.ഐ. സുരേഷ്, എ.ആർ. സുഗുണൻ, പി.എ. രമേശൻ, ഗീതാ ഭരതൻ, ലീല കുഞ്ഞാപ്പു, പി.ജി. ബാജി, ടി.കെ. ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് പിക്കറ്റും ഏർപ്പെടുത്തിയിരുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ.വി. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ലോക്കൽ സെക്രട്ടറി ടി.കെ. ദേവദാസ്, ജഗന്നിവാസൻ ഇയാനി എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ വാഹനങ്ങൾ തടഞ്ഞ എൽഡിഎഫ് പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. ചന്ദ്രാപ്പന്നിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് എം.കെ. ഫൽഗുണൻ, വി.കെ. ജ്യോതിപ്രകാശ്, എം.കെ. രാമചന്ദ്രൻ, കെ.കെ. ഗിരിജൻ, ടി.കെ. അബ്ദുൾ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കയ്പമംഗലത്ത് നടന്ന പ്രകടനത്തിന് PM അഹമ്മദ്, MC ശശിധരൻ, VR ഷൈൻ, മുഹമ്മദ് ചാമക്കാല എന്നിവരും, പെരിഞ്ഞനത്ത് നടന്ന പ്രകടനത്തിന് PK അറുമുഖൻ, CM വേലായുധൻ, NK അബ്ദുൽ നാസർ എന്നിവരും നേതൃത്വം നൽകി. ഹർത്താലിന്റെ ഭാഗമായി CPM വള്ളത്തോൾ നഗര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോഴിയാമ്പറമ്പ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സുലൈമാൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ ഖാദർ, DYFI ബ്ലോക്ക് സെക്രട്ടറി KR ഗിരീഷ്, തമ്പിമണി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിൽ നടന്ന പ്രകടനത്തിന് KM അഷ്റഫ്, PP ജോസഫ്, കുഞ്ഞിമോൻ കരിയന്നൂർ, KS ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട് നടന്ന പ്രകടനത്തിന് OB സുബ്രഹ്മണ്യൻ, NB ബിജു, PK രമേശ്, AS ജനാർദ്ദനൻ എന്നിവരും, കുട്ടഞ്ചേരിയിൽ നടന്ന പ്രകടനത്തിന് KK മണികണ്ഠൻ, ശശി, KR രൂപേഷ് എന്നിവരും നേതൃത്വം നൽകി. ഹർത്താൽ അനുകൂലികൾ ചാലക്കുടി നഗരത്തിൽ പ്രകടനം നടത്തി. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് PM ശ്രീധരൻ, മുൻ ചെയർമാൻ MN ശശിധരൻ, C മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. അരിമ്പൂർ, കാഞ്ഞാണി, കണ്ടശാങ്കടവ് ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് എത്തി പിരിച്ചുവിട്ടു. കാഞ്ഞാണിയിലും അന്തിക്കാടും അരിമ്പൂരും ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. LDF പ്രവർത്തകർ മാളയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. മാളയിൽ നടന്ന പ്രകടനത്തിന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP രവീന്ദ്രൻ നേതൃത്വം നൽകി. CPMന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രകടനം നടന്നു. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ട്രാഫിക് ഡിവൈഡറുകൾ തട്ടിമറിച്ചിട്ടാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. CPM നേതാക്കളായ KA അസീസ്, PS ഷാനു, KB ജയൻ, KB സനീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. LDF ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേനടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഴക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം മുൻ നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM ജേക്കബ് അധ്യക്ഷനായിരുന്നു. CPM ലോക്കൽ സെക്രട്ടറി MC സുനിൽകുമാർ, RV ഇക്ബാൽ, CK സത്യൻ, സുരേഷ് വാര്യർ, ഉണ്ണി വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുന്നീർകുളം 4-ാം കല്ലിൽ നിന്നും ആരംഭിച്ച പ്രകടനം നായരങ്ങാടി സെന്ററിൽ സമാപിച്ചു. CPM ലോക്കൽ സെക്രട്ടറി അഷ്റഫ് പാവുരയിൽ, വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ ഫൈസൽ, ബിജു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഹർത്താൽ അനുകൂലികൾ ചേലക്കരയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. ചേലക്കരയിൽ നടന്ന പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗം K നന്ദകുമാറും ലോക്കൽ സെക്രട്ടറി KP പ്രഭാകരനും നേതൃത്വം നൽകി. പഴയന്നൂരിൽ ലോക്കൽ സെക്രട്ടറി NM ശ്രീനിവാസനും M പത്മകുമാറും, എളനാടിൽ ലോക്കൽ സെക്രട്ടറി EN വാസുദേവനും KC ജോർജും പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. മായന്നൂരിൽ നടന്ന പ്രകടനത്തിന് ലോക്കൽ സെക്രട്ടറി കൃഷ്ണകുമാർ, MS കൃഷ്ണൻ, MB ഗോപി എന്നിവരും, പാഞ്ഞാളിൽ നടന്ന പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KR കൃഷ്ണൻ, ജെയിംസ്, ഷെൽവൻ എന്നിവരും നേതൃത്വം നൽകി. കൊടകര സൌത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി കൊടകര ടൌണിൽ പ്രകടനം നടത്തി. PR പ്രസാദൻ, KC ജെയിംസ്, AC വേലായുധൻ, CM ബബീഷ് എന്നിവർ നേതൃത്വം നൽകി. PG വാസുദേവൻ നായർ സംസാരിച്ചു. കോടാലിയിൽ നടന്ന പ്രകടനത്തിന് വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K വേണുഗോപാൽ, PUസ് സിറിയക്, PC ഉമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPMന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നടന്ന പ്രകടനത്തിന് CPM ഏരിയ സെക്രട്ടറി PM സുരേന്ദ്രൻ, CPI നേതാവ് MA വേലായുധൻ, NK പ്രമോദ് കുമാർ, M അബ്ദുൾ റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. രാഷ്ട്രീയ ഗുണ്ടാ കുടിപ്പാക ജില്ലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. സംസ്ഥാനത്ത് ഗുണ്ടാ മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാനായി ഓപ്പറേഷൻ സുരക്ഷ ആരംഭിച്ച ദിവസം തന്നെയാണ് ജില്ല മറ്റൊരു രാഷ്ട്രീയ കൊലപാതകത്തിനു കൂടി സാക്ഷ്യം വഹിച്ചത്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചോരപ്പാടുകൾ ജില്ലയെ വീണ്ടും വേട്ടയാടുകയാണ്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ തർക്കങ്ങളും സംഘർഷങ്ങളും വെല്ലുവിളിയായി നിലനിൽക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയാണുള്ളത്. ഒരു കാലത്ത് സ്ഥിരം സംഘർഷ മേഖലയായിരുന്ന കൊടുങ്ങല്ലൂരിൽ അടുത്ത കാലത്തായി ഏറിവരുന്ന രാഷ്ട്രീയ ഗുണ്ടാ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പോലീസും രാഷ്ട്രീയ പാർട്ടികളും നിസ്സംഗത കാണിക്കുകയാണ്. ഇതിനിടയിലാണ് പാവറട്ടയിൽ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം അരങ്ങേറിയിട്ടുള്ളത്. 2013 ബ്രഹ്മകുളത്ത് CPM പ്രവർത്തകനായ ഫാസിൽ കൊല ചെയ്യപ്പെട്ടത്. അയ്യന്തോളിൽ കോൺഗ്രസ് പ്രവർത്തകരായ മധു ഈച്ചിറത്ത്, ലാൽജി കൊള്ളന്നൂർ എന്നിവരുടെ കൊലപാതകങ്ങൾ. പെരിഞ്ഞനത്ത് നവാസ് വധം, വാടാനപ്പള്ളിയിൽ ആൻസിൽ വധം. സമീപകാലത്തായി രാഷ്ട്രീയ ഗുണ്ടാ പശ്ചാത്തലമുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ ലിസ്റ്റ് നീളുകയാണ്. ഇതോടൊപ്പം കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ പോർവിളികൾക്കും വീട് കയറിയുള്ള ആക്രമണങ്ങൾക്കും തെരുവ് യുദ്ധങ്ങൾക്കും തൃശൂർ വേദിയാവുകയാണ്. മയക്കുമരുന്ന് കൊട്ടേഷൻ ബന്ധമുള്ള ക്രിമിനലുകളാണ് പലയിടത്തും അശാന്തി വിതയ്ക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ തുടർക്കഥയാകുമ്പോഴും ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനും അടുത്തിടെ വരെ നാഥനില കളരികളായിരുന്നു. ജില്ലാ പോലീസ് മേധാവികളുടെ അടിക്കടിയുള്ള സ്ഥലമാറ്റവും ഇക്കാര്യത്തിൽ പ്രശ്നകാരണമാണ്. ക്രിമിനൽ സംഘങ്ങൾക്ക് സജീവമാകുന്നതിന് ലഭിച്ച ഇടവേള നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണ്. തീരദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ജാഗ്രതാ സമിതികളും ജനമൈത്രി പോലീസ് സംവിധാനവും നിർജ്ജീവമായതും രാഷ്ട്രീയ പാർട്ടികൾക്കും പോഷക സംഘടനകൾക്കും പരസ്പരം പോരടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ സുരക്ഷയുടെ ഭാഗമായി ജില്ലയിൽ ആദ്യ ദിനം തന്നെ 25 ക്രിമിനലുകളെ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സംയോജിതമായ ശ്രമങ്ങളിലൂടെ മാത്രമേ നഷ്ടമായ സമാധാനാന്തരീക്ഷം തിരിച്ചുപിടിക്കാനാകൂ.
കളക്ടർ ഇടപെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും സമാധാനാന്തരീക്ഷം കൈവരിക്കുന്നതിനായുള്ള ജനകീയ ഇടപെടലും അവലോകനവും തുടർ നടപടികളും ഉണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി കൈവരിക്കാനാകൂ. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. വാർത്തയിലേക്ക്. കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ഷിഹാബിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. നിരവധി വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പൂവത്തൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകർ ഷിഹാബിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. MLA മാരായ KV അബ്ദുൽ ഖാദർ, K രാധാകൃഷ്ണൻ, ബാബു M പാലിശ്ശേരി, PA മാധവൻ, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, NR ബാലൻ, മുരളി പെരുന്നെല്ലി, PV ഹരിദാസൻ, M ബാലാജി, MM വർഗീസ് തുടങ്ങിയ നിരവധി നേതാക്കൾ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി തിരുനെല്ലൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സ്ത്രീകളടക്കം നിരവധി നാട്ടുകാർ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് തിരുനെല്ലൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. CPM പ്രവർത്തകൻ ഷിഹാബിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾക്കായി ഉന്നത പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി. സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി, ഗുരുവായൂർ SCP R ജയചന്ദ്രൻ പിള്ള, CI K സുദർശൻ, പൊന്നാനി CI MK മനോജ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP V രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. അക്രമ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നത് തടയുന്നതിനും ക്രമസമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും ശക്തമായ നടപടികൾ കൈക്കൊണ്ടതായി കമ്മീഷണർ പറഞ്ഞു. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംശയാസ്പദമായി എത്തുന്നവരെ നിരീക്ഷിക്കുന്നതിനും പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സമ്പാളൂരിൽ ട്രസ് വർക്കിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി വിരുത്തി രാജന്റെ മകൻ 49 വയസ്സുള്ള രാജീവനാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ സമ്പാളൂരിൽ ഫാമിന്റെ ട്രസ് വർക്ക് നടക്കുമ്പോഴാണ് രാജീവന് ഷോക്കേറ്റത്. മൃതദേഹം കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയോടൊപ്പമുള്ള വിമാനയാത്രയ്ക്കിടെ 1 വയസ്സുള്ള കുട്ടി മരിച്ചു. കോടാലി നൂലുവള്ളി സ്വദേശി മുണ്ടക്കൽ ബിനോയുടെ മകൾ ഋഷിപ്രിയയാണ് മരിച്ചത്. ബഹ്റൈനിലേക്ക് പോയിരുന്ന ഗൾഫ് എയറിന്റെ വിമാനം സംഭവത്തെ തുടർന്ന് അടിയന്തരമായി അബുദാബിയിലിറക്കി. തിങ്കളാഴ്ച രാവിലെയാണ് കുട്ടിയുമായി അമ്മ അശ്വിനി ബഹ്റൈനിലുള്ള ഭർത്താവ് ബിനോയുടെ അടുത്തേക്ക് പുറപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷമായി ബഹ്റൈനിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്യുകയാണ് ബിനോയ്. നേരത്തെ ബിനോയോടൊപ്പം താമസിച്ചിരുന്ന അശ്വിനി പ്രസവത്തിനായിട്ടാണ് നാട്ടിലെത്തിയത്. പ്രസവശേഷം കുട്ടിക്ക് ഹൃദയസംബന്ധമായ അസുഖമുണ്ടായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിച്ചിരുന്നത്. ഋഷിപ്രിയയുടെ മൃതദേഹം ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. ഒരു സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയുമാണ് അസ്ഥികൂടങ്ങളെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം പുഴയിൽ കുളിക്കാനിറങ്ങിയ തൊഴിലാളികളാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ അസ്ഥികൂടങ്ങൾ കണ്ടത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം അവശിഷ്ടങ്ങൾ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന, ആചാര്യവരണം, വേദഘോഷം എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. ഉത്സവത്തിന്റെ 2ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ഒറ്റപ്പാലം ഹരി, കലാമണ്ഡലം വിനയൻ എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. ഈ മാസം 7-ന് വലിയ വിളക്ക്, 8-ന് പള്ളിവേട്ട എന്നിവ നടക്കും. 9-ന് ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കും. ഇടവേള. ഇനി ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക്. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി. ലോകകപ്പ് ക്രിക്കറ്റിൽ ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ അയർലന്റ് ശക്തരായ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കളിച്ച 2 മത്സരങ്ങളും ജയിച്ച അയർലന്റ് ലോകകപ്പിൽ ക്വാർട്ടറിൽ എത്താനുള്ള സാധ്യതയ്ക്കായി മികച്ച പോരാട്ടം നടത്താനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയുടെ അടുത്ത മത്സരം വെള്ളിയാഴ്ച വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ്. ആദ്യ റൌണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇന്ത്യ, ന്യൂസിലൻഡ്, ശ്രീലങ്ക ടീമുകൾ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. സച്ചിൻ എന്ന ഇതിഹാസ താരം ക്രിക്കറ്റിന്റെ ദൈവമായി അവതരിക്കുന്നതിന് മുൻപേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖം കപിൽ ദേവ് എന്ന പോരാളിയുടേതായിരുന്നു. 1983-ൽ ഇന്ത്യയ്ക്ക് ആദ്യമായി ലോകകപ്പ് നേടിത്തന്ന കപിൽ ദേവായിരുന്നു സച്ചിന് മുമ്പുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ഹീറോ. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിസ്ഡൻ മാസിക 2002 ജൂലൈ 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും മികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ലോകമെങ്ങുമുള്ള 32 ക്രിക്കറ്റ് താരങ്ങളും 3 മാധ്യമപ്രവർത്തകരും ചേർന്ന് തയ്യാറാക്കിയ 16 പേരുടെ പട്ടികയിൽ നിന്ന് വിസ്ഡൻ ഏറ്റവും പ്രഗത്ഭനായി കണ്ടെത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതിച്ഛായ മാറ്റിയ, ലോകം കണ്ട ഏറ്റവും മികച്ച
ഓൾറൌണ്ടർമാരിൽ ഒരാളായ ഭാരതത്തിന് ആദ്യ ലോകകപ്പ് നേടിത്തന്ന കപിൽ ദേവ് രാംലാൽ നിഗഞ്ജിനെയായിരുന്നു. 24 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു കപിൽ ഇന്ത്യയെ ലോക കിരീടം ചൂടിച്ചത്. ഹരിയാന ചുഴലിക്കൊടുങ്കാറ്റ് സിംഹഹൃദയത്തോടെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യൻ പടയോട്ടത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വിശ്വവിജയികളായ വിൻഡീസും തകർന്നു വീണു. 1983 ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനൽ പോലും കാണാതെ പുറത്താകുമായിരുന്നു. നിർണായകമായ ലീഗ് മത്സരങ്ങളിലൊന്നിൽ ദുർബലരായ സിംബാബ്വെയ്ക്ക് മുന്നിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് 17 റൺസ് എടുക്കുമ്പോഴേക്കും 5 വിക്കറ്റ് നഷ്ടമായി. വാൽറ്റക്കാരെ കൂട്ടുപിടിച്ച് ഒറ്റയ്ക്ക് പൊരുതിയ കപിൽ 138 പന്തിൽ 6 സിക്സും 16 ഫോറുകളും പറത്തി 175 റൺസെടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ ഇന്ത്യ 8ന് 266 എന്ന സുരക്ഷിത സ്കോറിലെത്തി. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ മഹത്തായ ഇന്നിംഗ്സിന് മുന്നിൽ ന്യൂസിലൻഡിന്റെ ക്ലെൻ ടേണറുടെ പേരിലുണ്ടായിരുന്ന 171 റൺസിന്റെ ലോക റെക്കോർഡും നിലം പൊത്തിയിരുന്നു. 235 റൺസിന് സിംബാബ്വെയെ പുറത്താക്കിയ ഇന്ത്യ 31 റൺസ് വിജയം നേടി. കപിലിന്റെ ഉജ്ജ്വലമായ ഇന്നിംഗ്സും ഓൾറൌണ്ട് മികവുമായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായത്. ഏകദിനങ്ങളിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ പോരാളിയാണ് കപിൽ. 225 ഏകദിനങ്ങളിൽ നിന്നായി ഒരു സെഞ്ചുറിയടക്കം 3783 റൺസും ഒരു ഹാട്രിക് ഉൾപ്പെടെ 253 വിക്കറ്റുകളും കപിലിന്റെ പേരിലുണ്ട്. ഏകദിനങ്ങളിൽ ആദ്യമായി 250 വിക്കറ്റ് നേടിയ ബൌളർ കപിൽ ദേവാണ്. മികച്ച ഫീൽഡർ കൂടിയായ കപിൽ 71 ക്യാച്ചുകളാണ് ഏകദിനങ്ങളിൽ നേടിയിട്ടുള്ളത്. 1983 ലോകകപ്പ് ഫൈനലിൽ വിവിയൻ റിച്ചാർഡിനെ പുറത്താക്കാൻ കപിൽ നേടിയ അവിശ്വസനീയമായ റണ്ണിംഗ് ക്യാച്ചായിരുന്നു മത്സരം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കിയത്. ലോകകപ്പുകളിൽ നിന്ന് മാത്രം 28 വിക്കറ്റുകളും 12 ക്യാച്ചുകളും കപിലിന്റെ പേരിലുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ 5000-ലധികം റൺസും 400-ലധികം വിക്കറ്റുകളും നേടിയിട്ടുള്ള ഒരേയൊരു കളിക്കാരൻ കപിൽ ദേവാണ്. 131 ടെസ്റ്റുകളിലായി 8 സെഞ്ചുറികളടക്കം 5248 റൺസും 434 വിക്കറ്റുകളും കപിലിന്റെ പേരിലുണ്ട്. ന്യൂസിലൻഡിന്റെ റിച്ചാർഡ് ഹാഡ്ലിയുടെ പേരിലുണ്ടായിരുന്ന 431 ടെസ്റ്റ് വിക്കറ്റുകളുടെ ലോക റെക്കോർഡ് ഭേദിച്ചത് കപിൽ ദേവ് ആയിരുന്നു. ഇംഗ്ലണ്ടിന്റെ എഡി ഹെമിംഗ്സിനെ തുടർച്ചയായി 4 സിക്സറുകൾ പറത്തിയ ചരിത്രവും കപിലിനുണ്ട്. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ മഹാരഥന്മാരായ ഓൾറൌണ്ടർമാർ പലരുമുണ്ട്. എന്നാൽ കപിൽ ദേവിനെ പോലെ പ്രതിഭയുള്ള ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ തിളങ്ങുന്ന കളിക്കാർ അധികമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Dream Wings Training Academy. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടം ആരംഭിക്കുന്നതിന് മുൻപ് ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. 3/4 മണിക്കൂറോളം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി 3 കിലോമീറ്ററോളം ഓടിയ ആനയെ കോട്ടപ്പടിയിൽ വെച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് തളച്ചത്. ആനയോട്ടത്തിൽ പങ്കെടുക്കാനായി മഞ്ജുളാൽ പരിസരത്ത് കൊണ്ടുവന്ന ദേവസ്വത്തിലെ കൊമ്മൻ പീതാംബരനാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 ഇടഞ്ഞത്. ആനയോട്ടത്തിനായി ആനകളെ ഓരോന്നായി മഞ്ജുളാൽ പരിസരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഗജരത്നം പത്മനാഭനടക്കം 4 ആനകളെയാണ് മഞ്ജുളാൽ പരിസരത്ത് നിർത്തിയിരുന്നത്. 3 ആനകൾക്കും ചുമർ ചിത്രകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ കളഭം തൊടിവിച്ചു. പീതാംബരന് കളഭം തൊടിവിക്കാനായി അടുത്തെത്തിയതോടെ റോഡിൽ വെള്ളം തളിച്ചിരുന്ന ടാങ്കർ ലോറി ഹോണടിച്ച് ആനകൾക്ക് മുന്നിലെത്തി. ഇതോടെ വിരളി പിടിച്ച പീതാംബരൻ ലോറി കുത്തിമറിച്ചിടുകയായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ കണ്ണൻ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഈ സമയം ആനയോട്ടം വീക്ഷിക്കാനെത്തിയിരുന്നവർ നിലവിളിച്ച് 4 പാടും ചിതറിയോടി. ബഹളം കേട്ട് പീതാംബരൻ റെയിൽവേ ഗേറ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞോടി. ഒപ്പം ആളുകളും പാപ്പാന്മാരും ഓടിയതോടെ ആന തിരുവെങ്കിടം ഹൌസിംഗ് ബോർഡ് റോഡിലേക്കിറങ്ങി. തുടർന്ന് ഹൌസിംഗ് ബോർഡ് വഴി മാവിൻചൂട് ചിറ്റേനി റോഡിലൂടെ ഓടി ശവക്കോട്ട വഴി കോട്ടപ്പടി മെയിൻ റോഡിലെത്തി. മെയിൻ റോഡിലൂടെ കുറച്ചു ദൂരെ ഓടിയപ്പോഴേക്കും 2:45 വടമുപയോഗിച്ച് ആനയെ തളച്ചു. ഇടഞ്ഞ ആനകളെ തളയ്ക്കുന്നതിൽ വിദഗ്ധനായ ആറന്മുള മോഹൻദാസിന്റെ നേതൃത്വത്തിൽ 20ഓളം പാപ്പാന്മാർ ചേർന്നാണ് ആനയെ തളച്ചത്. തളച്ചാനയെ പിന്നീട് വെള്ളവും പഴവും നൽകി ശാന്തനാക്കി. ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കാതെ ആന താവളത്തിലേക്ക് കൊണ്ടുപോയി. വെറ്റിനറി ഡോക്ടർ കെ വിവേകിന്റെ നേതൃത്വത്തിൽ പാപ്പാന്മാർ മയക്കുവെടി വെക്കുന്നതിനുള്ള തോക്കുമായി ആനയ്ക്ക് പുറകിലുണ്ടായിരുന്നു. എന്നാൽ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതിനാൽ പാപ്പാന്മാർക്കും ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ആനയിടഞ്ഞ സമയത്ത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് പോലീസ് എത്താതിരുന്നതാണ്
ആനയെ തളയ്ക്കാൻ സമയമെടുത്തതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. ഇനി വാണിജ്യം. ഹ്യൂമൻ വെൽഫെയർ കുറീസ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മണ്ണുത്തി ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞാണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വെൽഫെയർ കുറീസ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എടമുട്ടം, വിയൂർ, ഫരീദാബാദ് എന്നീ ശാഖകൾക്ക് പുറമെ 5ാമത്തെ ബ്രാഞ്ചാണ് മണ്ണുത്തി സുവർണ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മേയർ രാജൻ ജെ പല്ലൻ മണ്ണുത്തി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പനി ചെയർമാൻ VN സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൌൺസിലർ MK വർഗീസ് സേഫ് റൂം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ ജയശ്രീ ഭാസ്കരൻ, PU ഹംസ, കമ്പനി ഡെപ്യൂട്ടി ചെയർമാൻ TJ ഇഗ്നീഷ്യസ്, ജനറൽ മാനേജർ C ദാമോദര മേനോൻ, കമ്പനി ഡയറക്ടറും ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് KK ഷാൻലി, KB ജയറാം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫോൺ 9497013818. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമിനെതിരെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ ജില്ലാ കളക്ടർക്ക് കൈമാറി. കാപ്പ ചുമത്തുന്നത് സംബന്ധിച്ച് 3 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. CPI സംസ്ഥാന സെക്രട്ടറിയായി കാനം രാജേന്ദ്രനെ തെരഞ്ഞെടുത്തു. KE ഇസ്മയിൽ പിന്മാറിയതിനെ തുടർന്ന് ഏകകണ്ഠമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. കൃഷ്ണസന്നിധിയിലെ ഉത്സവ മാമാങ്കത്തിന് തുടക്കം കുറിച്ച് സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയർന്നു. ഇനിയുള്ള 10 നാളുകൾ വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും സംഗമ സുദിനങ്ങൾ. ആനയോട്ടത്തിൽ കൊമ്പൻ കേശവൻകുട്ടിക്ക് ജയം. CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താൽ അനുകൂലികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. ചിലയിടങ്ങളിൽ സംഘർഷം. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ.